ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശനയന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേരയന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭഗവാനേ ഗണേശ്വര, ഓം മഹേശ്വര, ഭഗവതി അമ്മേ ഭഗവതിയെ നമോ നമ. ഓം സുബ്രഹ്മണ്യ സ്വാമി സ്വാമി രക്ഷിക്കണേ. ഓം ദുർഗാദേവി ഭദ്രകാളി. എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 സർവഭാഗ്യങ്ങളും വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത്. തൊട്ടതെല്ലാം പൊന്നാകുന്ന നക്ഷത്രക്കാർ, സർവകാര്യത്തിലും വിജയമായി മാറുന്ന ചില നക്ഷത്രക്കാർ. എന്തിനിറങ്ങിത്തിരിച്ചാലും ആദ്യമൊക്കെ ഒരുപക്ഷെ പരാജയഭീതി വന്നു ചേർന്നാൽ പോലും പൂർത്തീകരിക്കുമ്പോൾ പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അത്തരം പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില നക്ഷത്ര ജാതരെയാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത്. അതായത് 2026 ഗ്രഹനിലകൾ വലിയ മാറ്റങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2026 പൊതുവിലൊരു ഭാഗ്യ വർഷമാണെന്ന് നമ്മൾ നേരത്തെ പറയാറുണ്ട്. തീർച്ചയായും അത് അനുഭവവേദ്യമാകുന്ന വർഷം തന്നെയാണ് 2026. പൊതുവിൽ എല്ലാ നക്ഷത്ര ജാതർക്കും അതിൻ്റേതായ ഭാഗ്യവശങ്ങളെ നൽകി അനുഗ്രഹിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയേണ്ടി വരുന്നു. അതായത് ഒരു 6-7 വർഷങ്ങൾക്കിടയിലാണ് ഇങ്ങനെ ഒരു വർഷം വന്നു ചേരുന്നത്. സ്വാഭാവികമായി എല്ലാ നക്ഷത്ര ജാതർക്കും അവരുടേതായിരിക്കുന്ന ഭാഗ്യഗതികൾ വന്ന് ചേരുന്ന ഒരു വർഷമാണ് 2026. അപ്പോൾ ആ 2026 സർവ്വ വിജയങ്ങൾ വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. പ്രധാനമായും വ്യാഴം അഥവാ ഗുരു മിഥുനം രാശിയിൽ നിന്ന് കർക്കടക രാശിയിലേക്ക് മാറുന്നു. എന്നാൽ ശനിയാകട്ടെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. ഇത് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ ഭാഗ്യമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും പറയാൻ പോകുന്ന നക്ഷത്ര ജാതർ വിജയികളായി തിരിച്ചു തന്നെ വരും. ഒരുപക്ഷെ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു വിശ്വാസമില്ലാതെയായിരിക്കും ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ മുൻപോട്ടുള്ള പോക്ക് വിജയത്തിലേക്ക് കുതിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും. അത്തരത്തിൽ വിജയത്തിലേക്ക് കുതിച്ച് ഏറ്റവും ഒടുവിൽ സർവത്ര വിജയത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. 2026 രോഹിണി നക്ഷത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒട്ടനവധി വിജയ വ്യവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ. വ്യാഴത്തിൻ്റെ അഥവാ ധനകാരകമായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ശുഭദൃഷ്ടി ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ നിമിഷങ്ങളിലും സർവത്ര ഭാഗ്യത്തിൻ്റേതായിരിക്കുന്ന വ്യവസ്ഥയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും രോഹിണി നക്ഷത്രക്കാർ. സാമ്പത്തികമായ വലിയ നേട്ടം രോഹിണി നക്ഷത്രക്കാരിൽ വന്നു ചേരും. അതായത് ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ, കൈനിറയെ പണമെത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് രോഹിണി നക്ഷത്രക്കാർ വന്നു ചേരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല തരത്തിൽ മുന്നോട്ട് കുതിക്കാൻ കഴിയുന്ന തരത്തിൽ സാമ്പത്തികം വന്നു ചേരുന്ന നക്ഷത്ര ജാതരാണ് 2026 സംബന്ധിച്ചിടത്തോളം രോഹിണി നക്ഷത്രക്കാർ.
അതുപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി 2026 എന്ന് പറഞ്ഞാൽ സർവ്വസമ്പൽ ഭാഗ്യജാതരായി നിലനിൽക്കുവാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരന് ലഭിക്കുന്നവരാണിവർ. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നേറാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിയും. കരിയറിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാകും 2026 സംബന്ധിച്ചിടത്തോളം കാർത്തിക നക്ഷത്രക്കാർക്ക്. തടസ്സങ്ങളെ പുഷ്പം പോലെ മറിച്ചു കടക്കാൻ ഉള്ള ഊർജം കാർത്തിക നക്ഷത്രക്കാർക്ക് ലഭിക്കും എന്നുള്ളതാണ് 2026 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കടബാധ്യതകൾ പോലും, ചെറിയ കടബാധ്യതകളല്ല, വലിയ കടബാധ്യതകൾ പോലും 2026 പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയും എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ സാമ്പത്തിക ഊർജവും അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. വ്യാഴം ശുഭകാരകനായി, ശനി അവർക്ക് അനുഗ്രഹകാരകനായും നിൽക്കുന്ന വ്യവസ്ഥിതിയാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026. ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണകരമായിരിക്കുന്ന തരത്തിൽ മുന്നേറാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിയും. സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ഒരു വർഷം വരുന്നില്ല എന്നുള്ളതാണ്. ഈശ്വര സന്നിധാനങ്ങളിൽ പോവുകയും അതുപോലെ തന്നെ ഈശ്വര വ്യവസ്ഥകളെ മനസ്സിൽ സൂക്ഷിക്കുകയും എന്നും പ്രാർത്ഥനയോട് വിജയിക്കണമേ എന്ന് അർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായ, ഏറ്റവും കാല ഉചിതമായിരിക്കുന്ന സമയമായി മാറുകയാണ് 2026 എന്ന് പറയുന്നത്. തീർച്ചയായും വ്യാഴത്തിൻ്റെ മാറ്റം, ശനിയുടേതായിരിക്കുന്ന സ്ഥിരത ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു വർഷമായി 2026 മാറ്റിയെടുക്കും. കാർത്തിക നക്ഷത്രക്കാർ സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതരായി മാറുകയും ചെയ്യും. അടുത്തത് പൂയം നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന പൂയം നക്ഷത്രം 2026 ഗുരു പുഷ്യ യോഗം വഴി, ഗുരുവെന്ന് പറഞ്ഞാൽ വ്യാഴം, പുഷ്യൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ശനിയുടേതായിരിക്കുന്ന വ്യവസ്ഥയിൽ ലഭിക്കുന്ന യോഗം, അതായത് ഗുരു പുഷ്യ യോഗം വഴി വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ബിസിനസ്സിലും വലിയ സംരംഭങ്ങളിലും സാമ്പത്തികമായ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് 2026 സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രക്കാർക്കുള്ളത്. എവിടെ തൊട്ടാലും പൊന്നാകുന്ന സംരംഭരാണ്, എവിടെ തൊട്ടാലും പൊന്നാകുന്ന സംരംഭമാണ്, അല്ലെങ്കിൽ പൊന്നാകുന്ന അനുഗ്രഹമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വന്നു ചേർന്നിരിക്കുന്നത്. പൂയം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ തന്നെ വളരെ വളരെ ഉന്നത തരത്തിലേക്ക് വിജയിച്ചു പോകാൻ കഴിയുന്ന നിലവാരമുണ്ടാവുകയാണ് 2026. വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുഗ്രഹം പൂർണ്ണമായി ഈ നക്ഷത്ര ജാതർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പൂയം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഭാഗ്യദായകമായ ഒരു വർഷമാണ് 2026. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ സൗഭാഗ്യങ്ങൾ, വിദേശ ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ സൗഭാഗ്യങ്ങൾ, വിദേശ ജോലി, സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന പല സംരംഭങ്ങളിലും ചെന്ന് ചേരാനുള്ള ഭാഗ്യം തുടങ്ങിയവ 2026 ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. അടുത്തതായി മിഥുനക്കൂറുള്ള മകയിരം തിരുവാതിര നക്ഷത്രജാതരുടെ കാര്യമാണ് പറയുന്നത്. രണ്ട് നക്ഷത്രജാതർക്കും ഒരുപോലെയുള്ള ഗുണങ്ങളാണ് 2026 വന്നു ചേരുന്നത്. ഗുരുവിൻ്റെയും ശനിയുടെയും അടിസ്ഥാനത്തിൽ, അഥവാ വ്യാഴൻ്റെയും ശനിയുടെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായ വലിയ വർധനവാണ് ഈ രണ്ട് നക്ഷത്രജാതർക്കും ഉണ്ടാകാൻ പോകുന്നത്. ടെക്നിക്കൽ വിദ്യാഭ്യാസമൊക്കെ നേടി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ സർവ്വ വഴികളും ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല തരത്തിൽ ജോലിയിൽ എത്തിച്ചേരാനും സാമ്പത്തികമായ മേന്മ ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ ആയിട്ടുള്ള കർഷകർക്ക് ആ കാർഷിക കടങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷ നേടലിനുള്ള ഭാഗ്യം വന്നു ചേരും. സ്വാഭാവികമായും എല്ലാ തലങ്ങളിലും സമ്പത്തിൻ്റേതായിരിക്കുന്ന ഉയർച്ച ഈ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം 2026 വന്നു ചേരുമെന്നുള്ളതാണ്. 2026 ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ഒരുപക്ഷെ സംശയിച്ചു നിൽക്കുന്നവരായിരിക്കും ഇവരെങ്കിലും പിന്നീട് അവരുടെ കർമ്മമേഖലയിൽ വരുന്ന പുരോഗതി, സമ്പത്ത് കൈകളിലേക്ക് ഒഴുകിയെത്തുന്ന വ്യവസ്ഥിതിയൊക്കെ വന്നു ചേരുന്നു. എന്തു കർമ്മത്തിനാണെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ ആ കർമ്മം പൂർണ്ണമായും വിജയത്തിലെത്തിച്ച് സർവ്വ സൗഭാഗ്യവാന്മാരായി മാറുന്ന കാഴ്ചയാണ് ഈ രണ്ട് നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളവും 2026 ഉണ്ടാകാൻ പോകുന്നത്. കുബേര രാജാവിൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും പൂർണ്ണമായ അനുഗ്രഹം ഈ രണ്ട് നക്ഷത്ര ജാതർക്കും ഉണ്ടാകുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. കുടുംബത്തിലും കർമ്മ മേഖലയിലും ഒന്നുപോലെ തിളങ്ങുവാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം.
സ്വാഭാവികമായി വ്യാഴത്തിൻ്റെയും ശനിയുടെയും പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തടസ്സങ്ങൾ മാറി സർവ്വ സൗഭാഗ്യങ്ങളിലേക്ക് ലയിച്ചു ചേരാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഉത്രാടം. ഇന്നലെ വരെ കണ്ണീരിൻ്റേതായ ദിനങ്ങളായിരുന്നു ഉത്രാടക്കാർക്കെങ്കിലും ഇനി വരാൻ പോകുന്ന 2026 ഫെബ്രുവരി മാസം പകുതി മുതൽ, അതായത് 16-ാം തീയതി മുതൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇനി വരുന്നത് പൊലിമയുടെ കാലം തന്നെയാണ്. അതായത് എന്തിനിറങ്ങിത്തിരിച്ചാലും വിജയം, അത് മാത്രമായിരിക്കും ഇവരുടേതായ ലക്ഷ്യവും സ്വപ്നവും അനുഗ്രഹവും. ഈശ്വര സന്നിധിയിൽ നിന്ന് പൂർണ്ണമായ അനുഗ്രഹത്തിന് സാധ്യതയുള്ള ഏറ്റവും നല്ല നക്ഷത്രങ്ങളിലൊന്നാണ് ഉത്രാടം എന്ന് പറയുന്നത്. ഉത്രാടം നക്ഷത്ര ജാതർക്ക് പൊതുവിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നുചേരുകയും കടബാധ്യതകളൊക്കെ അകന്നു മാറുകയും അതുപോലെ തന്നെ പുത്ര പൗത്രാദികൾക്ക് ദുരിതങ്ങൾ മാറി ആ ദുരിതാവസ്ഥയിൽ നിന്ന് സന്തോഷം അല്ലെങ്കിൽ ആനന്ദപ്രദമായിരിക്കുന്നൊരു ജീവിത പശ്ചാത്തലത്തിലേക്ക് കടന്നു ചെല്ലുവാനും ജീവിതത്തിലെ വമ്പൻ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ വമ്പൻ സാമ്പത്തിക മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനുമുള്ള ഭാഗ്യം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വ്യാഴ ഭഗവാനും ശനിദേവനും ഒന്നുപോലെ അനുഗ്രഹിക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം. ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ സൗഭാഗ്യങ്ങൾ കൈനിറയെ പണമെത്തിക്കുന്ന സംവിധാനവും ഉത്രാടം നക്ഷത്രക്കാർക്ക് വന്നുചേരും. അതുപോലെ തന്നെ ഇത് കൈകളിലേക്ക് വന്നു ചേരുന്നതിനായിട്ട് സൂര്യ ഉപാസന അത്യാവശ്യമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുവാനും അംഗീകാരങ്ങൾ വന്നുചേരാനും ദിവസവും രാവിലെ ഓം ഘൃണി സൂര്യായ നമ എന്ന് ചൊല്ലാം. അത് ഒറ്റയുടെ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ എത്ര വേണമെങ്കിലും ആകാം. 1, 3, 5, 7, 9 ക്രമത്തിൽ എത്ര ഒരു വേണമെങ്കിലും അത് ജപിക്കാം. 108 തവണ ജപിക്കുന്നതാവും ഏറ്റവും സൗഭാഗ്യതരം. അതുപോലെ തന്നെ ആദിത്യ ഹൃദയ സ്തോത്രം ചൊല്ലുന്നതും ഏറ്റവും അനുകൂലമാണ്. അതുപോലെ ഈ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ദോഷം നിലനിൽക്കുന്നവരായതുകൊണ്ട് ശനി ദോഷത്തിനിടയിലും ശനി അനുഗ്രഹീതമാവുകയാണ് നമ്മളീ പറഞ്ഞ സമയത്ത് പറഞ്ഞ നക്ഷത്ര ജാതർക്ക്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ശനിയാഴ്ചകളിൽ നീല വസ്ത്രം ധരിക്കുന്നതും ശാസ്താക്ഷേത്രത്തിൽ ഭജനം പാർക്കുന്നതും അതുപോലെ നീരാജന വഴിപാട് നടത്തുന്നതും എള്ളുപായസ വഴിപാട് നടത്തുന്നതും ഈ ഭാഗ്യങ്ങൾ നന്നായി എത്തിച്ചേരുവാൻ കഴിയുന്നതിനുള്ള വഴിയൊരുക്കം നടത്തുന്നതാണ്. അതുപോലെ തന്നെ കനകധാരാ സ്തോത്രം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ചൊല്ലുന്നത് ഏറ്റവും അനുപമമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലോ നിങ്ങളുടെ ജന്മ നക്ഷത്ര ദിവസങ്ങളിലോ അന്നദാനം നടത്തുന്നതും വസ്ത്രദാനം നടത്തുന്നതും ഏറ്റവും അനുകൂലമാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപായി മഹാഗണപതി ഹോമം നടത്തുന്നത് ഏറ്റവും വിജയകരമായി ആ സംഭവത്തെ എത്തിക്കുന്നതിന് കാരണമാകും. അതുപോലെ കഠിനാധ്വാനവും അതുപോലെ ഈശ്വര ചിന്തയും പൂർണ്ണമാകുമ്പോഴാണ് ഇപ്പറഞ്ഞ സൗഭാഗ്യങ്ങൾ എത്തിച്ചേരുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരു വിശ്വാസവും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായി ഇതെല്ലാം ഈശ്വരൻ സ്വയമേവ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുതരുമെന്ന് വിശ്വാസം വേണ്ട. കഠിനമായി അധ്വാനിക്കുന്നതും അതുപോലെ തന്നെ ഈശ്വരനെ പൂർണ്ണമായി മനസ്സിൽ ധ്യാനിക്കുന്നതും സമയകാലങ്ങളെ അടിസ്ഥാനമെടുത്ത് ക്ഷേത്രത്തിൽ ചെല്ലുന്നതും നമ്മുടെ സങ്കടങ്ങളെ വിടുതൽ ചെയ്യുന്നതിനായിട്ട് പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഏറ്റവും അനുകൂലമാകുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് തീർച്ചയായും അത് ചെയ്യുക. എല്ലാ നന്മകളും ഈ നക്ഷത്ര ജാതർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.